ഇപ്പോൾ സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെയുള്ള ജാഗ്രതാ സമിതികൾ തുടർച്ചയായി യോഗം ചേർന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യും. നേരത്തെ തന്നെ ഇതിനു മുമ്പുള്ള മദ്യനയങ്ങളിൽ സ്വീകരിച്ചു വന്നൊരു നിലപാട് കള്ള് ഷാപ്പുകളെ ആധുനികവൽക്കരിക്കുക, നവീകരിക്കുക എന്നതാണ്. പ്രാകൃതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി കള്ള് ഷാപ്പുകൾ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഇടങ്ങളായിട്ട്, കുടുംബസമേതം വരാൻ പറ്റുന്ന ഇടങ്ങളായിട്ട് മാറ്റുക. ഇപ്പോൾ പറയുന്നതൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്നതാണോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. പ്രസാദ് കുരുവിള, KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി, റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ഒപ്പം ഫിലിപ്പോസ് പടിക്കൽ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്ന സംഘടനയുടെ പ്രതിനിധി കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രസാദ് കുരുവിള, ഈ മന്ത്രിയുടെ പ്രതികരണം കേട്ടുവല്ലോ. ആ പ്രതികരണത്തിൽ പറയുന്നതാണ് മദ്യാസക്തി കുറയ്ക്കാനുള്ളതാണ് പുതിയ മദ്യനയം എന്നുള്ളതാണ്. അതിൽ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണോ ഈ നയത്തിൽ കാണാൻ കഴിയുന്നത്? പ്രസാദിലേക്ക് എത്താം. റെജി ലൂക്കോസിലേക്ക് ആദ്യം പോവുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, എന്തുകൊണ്ടാണ് ഈ എക്സൈസ് മന്ത്രി പറയുന്നുണ്ടല്ലോ മദ്യാസക്തി കുറയ്ക്കാനുള്ള നിലപാട് തീരുമാനം എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ എന്താണ് മദ്യത്തിനെതിരായ ഈ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഡ്രൈ ഡേ അടക്കം ഒഴിവാക്കി നേരത്തെ തന്നെ ആ ഒരു ദിവസമെങ്കിലും മദ്യം ആളുകളിലേക്ക് ചെല്ലാതിരിക്കട്ടെ എന്ന രീതിയിലാണ് തുടർന്ന് വന്നത്. അപ്പോൾ പുതിയ മദ്യനയം വഴി ലക്ഷ്യമിടുന്നത് എന്താണ്? ലഹരിയുടെ വ്യാപകമായ ഒഴുക്കിലേക്ക്, അല്ലെങ്കിൽ ആ 1-ാം തീയതിയും ഡ്രൈ ഡേ എന്ന നിലവിലെ സംവിധാനം പൊളിച്ചെഴുതാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ കാണേണ്ടതുണ്ടോ? KCBC അങ്ങനെയാണ് ആരോപിക്കുന്നത്. ഒരിക്കലുമില്ല. അത് ഇതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ പഠിക്കാത്തതുകൊണ്ടാണ്. മദ്യം ഇല്ലാത്ത ഇടങ്ങളിലാണ് ഈ രാസലഹരികൾ, കെമിക്കൽ ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ വ്യാപനം. അതുപോലെ തന്നെ വ്യാജ മദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ തന്നെ മുന്നിൽ അതിന് വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. ഒന്ന്, നമ്മുടെ കോവിഡ് കാലത്ത് കേരളത്തിൽ കോവിഡ് കാലമാണ് ഒരു പരിധിവരെ ഈ രാസലഹരിയിലേക്ക്, കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് മനുഷ്യൻ തിരിയാനുള്ള പ്രമുഖമായ ഒരു കാരണം ലഹരിയുടെ നല്ല മദ്യങ്ങൾ ലഭിക്കാത്ത ഏത് നാട്ടിലും ഇത്തരം വ്യാജ മദ്യങ്ങളുടെയും ഇതുപോലുള്ള ലഹരി മദ്യങ്ങളുടെയും വസ്തുക്കളുടെയും വ്യാപനം കൂടുന്നുള്ളത് വളരെ വ്യക്തമാണ്, ലോകവ്യാപകമാണ്. രണ്ടാമത്തെ കാര്യം, കേരളം ലോകത്തിന്റെ തന്നെ ശ്രദ്ധയായിരിക്കുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക. വിനോദസഞ്ചാരികൾ വരുന്നത് ഒരു പ്രകൃതി മാത്രം കാണാൻ വേണ്ടിയിട്ടല്ല. അവർ വരുമ്പോൾ അവർക്ക് ബിയർ വേണം, നല്ല മദ്യങ്ങൾ വേണം. അത് ഒരു ദിവസം ഡ്രൈ ഡേ ആയി ആചരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ടൂറിസത്തിനെ അത് വളരെയധികം ബാധിക്കും. അതിന് കാരണം മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. നിങ്ങൾ ആലോചിക്കൂ, ഈ ഡ്രൈ ഡേ എന്ന് പറയുന്ന ഒരു തെറ്റായ കോൺസെപ്റ്റ് കാരണം ഈ രാജ്യത്ത് നിന്ന് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല രാജ്യങ്ങളിലേക്ക് മനുഷ്യൻ പറക്കുന്നു. കാരണം ഇന്ന് അത്രയ്ക്ക് ചെലവ് കുറവാണ് അവിടേക്ക് പോയി വിനോദത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ചോട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ മദ്യനയം കുറച്ചുകൂടെ മാറ്റണം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളെ പോലെ, യൂറോപ്പ്, US പോലുള്ള രാജ്യങ്ങളെ പോലെ നമ്മൾ നയം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അമിതമായ മദ്യാസക്തി കുറയ്ക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? നല്ല മദ്യം സൂപ്പർ മാർക്കറ്റുകളുടെ പോലും ലഭ്യമാകും. ശ്രീ റെജി ലൂക്കോസ്, ഒരു കാര്യം ചോദിക്കട്ടെ. കാരണം നമ്മൾ ഈ LDF സർക്കാർ വരുമ്പോൾ എല്ലാം ശരിയാക്കാനായി ഒരു ക്യാപ്ഷൻ നൽകുമ്പോൾ എന്താണ് അവിടെ മദ്യമില്ലാത്ത, ഇപ്പോഴും ആ KPSC ലളിത, ഒപ്പം ഇന്നസെന്റ്, ഇവരുടെയൊക്കെ തന്നെ ആ പരസ്യങ്ങൾ LDF പ്രകടന പത്രികയുമായിട്ട് മുന്നിട്ട് നിർത്തി നടത്തിയ പരസ്യവാചകമൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. എന്താണ് അപ്പോൾ മദ്യം പൂർണ്ണമായും അല്ലെങ്കിൽ കുറേശ്ശെ ഘട്ടം ഘട്ടമായി മദ്യം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അന്ന് പ്രഖ്യാപിത ലക്ഷ്യമായി വന്നത്. അപ്പോൾ അതാണോ സ്ഥിതി? അതിനുശേഷം വന്ന ബാറുകൾ, ബിയർ പാർലറുകൾ, നൽകിയിരിക്കുന്ന സ്റ്റാർ പദവികൾ. അപ്പോൾ എന്താണ് അപ്പോൾ പറച്ചിലൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. അപ്പോൾ ഈ ലഹരിയുടെ പരിധിയിലേക്ക്, ലഹരി ഇപ്പോൾ 17-ാം തീയതി മുഖ്യമന്ത്രി മതമേലധ്യക്ഷന്മാരുടെ യോഗം, സർവകക്ഷി യോഗം വിളിക്കുകയാണ്. എന്തിനാണ്? ലഹരിക്കെതിരെ പോരാ. അപ്പോൾ ഈ ലഹരിയുടെ വിവക്ഷയിൽ മദ്യം വരുന്നില്ലേ? അല്ല, ഇതാണ് പറഞ്ഞ തെറ്റായ നരേഷൻ. അത് കാരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇപ്പോൾ മയക്കുമരുന്നുകളുടെ വ്യാപനമാണ്. ഈ മയക്കുമരുന്നുകളുടെ വ്യാപനത്തിന്റെ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. മയക്കുമരുന്നുകൾ എന്ന് പറയുന്നതിന്റെ വ്യാപനം എന്ന് പറയുന്നത് ചില മാഫിയകൾ നമ്മുടെ കുട്ടികളെ ഒക്കെ വലയിലാക്കി മയക്കുമരുന്നിന് അടിമകളാക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സന്നദ്ധ സേവകരും മറ്റുള്ളവരും ഈ മയക്കുമരുന്നിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്? മദ്യത്തിന്റെ പരിണത ഫലങ്ങൾ, കാർന്ന് തിന്നുന്ന വിപത്തുകളെ കുറിച്ച് അപ്പോൾ ഈ ആളുകളൊക്കെ പറയുന്ന തെറ്റാണോ? പ്രതീക്ഷ മനസ്സിലാക്കുക, ഇടതുപക്ഷ ഗവൺമെന്റിന്റെയും ഇടതുപക്ഷ LDFന്റെ നയം എന്ന് പറയുന്നത് മദ്യവർജനമാണ്, മദ്യനിരോധനമല്ല. മദ്യനിരോധനം ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തും വിജയിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഗുജറാത്ത്, ഇപ്പോൾ ബീഹാറും
അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ മദ്യം പരിചരിക്കണം. അവിടെയൊക്കെ സുലഭമാണ് ഈ വ്യാജമദ്യങ്ങളും ഈ രാസലഹരികളും. നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പൊ കേരളത്തിനെ അടച്ചിട്ട ഒരു സംസ്ഥാനമാക്കി മാറ്റി അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി കേരളത്തിലെ എന്താ പറയുക അക്രമകാരികളുടെയും അപകടകാരികളുടെ ഒരു നാടായി മാറ്റാനായിട്ടുള്ള ശ്രമം അടിയെ തന്നെ വേരോടെ പിഴുതെറിയണ്ട. അതിനാവശ്യം എന്താ? ഒരു നല്ല മദ്യ സംസ്കാരം ഉടലെടുക്കുക എന്നുള്ളതാണ്. ആ മദ്യ സംസ്കാരത്തിൽ കേരളം മലയാളി പുറകില. നല്ല മദ്യം കഴിച്ചിരിക്കുന്ന ഒരു നാട്ടിലും പ്രശ്നങ്ങളില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് ലഹരി ഡ്രൈവ് നടക്കട്ടെ, അല്ലെങ്കിൽ ലഹരി രാസലഹരിയൊക്കെ മാറ്റി വെച്ചിട്ട് അവർ മദ്യം കുടിക്കട്ടെ, അതാണ് പോളിസി. അതിനെ അങ്ങനെ എന്തിനാ വ്യാഖ്യാനിക്കുന്ന പ്രതീക്ഷ? കാരണം എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ അതിനൊരു ഓപ്പോസിറ്റ് സൈഡ് കാണുക എന്നുള്ളത് അതൊരു തെറ്റായ പ്രവണതയാണ്. മദ്യം എല്ലാവരും കഴിക്കാൻ ആവശ്യപ്പെടുന്നില്ല. മദ്യവർദ്ധനം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയം. മദ്യവർദ്ധനമാണ് വേണ്ടത്, മദ്യ നിരോധനമല്ല. നിരോധിക്കുന്ന ഏത് വസ്തുവിനോടും ആസക്തി ജനത്തിന് കൂടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തന്നെയുമല്ല, കേരളം പോലെ പരിഷ്കൃതമായ സമൂഹത്തിന് ചേർന്നാണോ ഈ പറയുന്ന മദ്യനിരോധനം എന്ന് പറയുന്നത്? ഈ ഒരു ദിവസം കൂട്ടിയിട്ടുണ്ട് ഇവിടെ എന്ത് നേട്ടം ഉണ്ടാകുന്നത്? അല്ല, ഞാൻ ചോദിച്ച ശ്രീജിലുക്കോസ്, എനിക്ക് മനസ്സിലാകാത്തതിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. അപ്പോൾ 8 വർഷം മുമ്പ്, 8 അല്ല 9 വർഷമാകാൻ പോകുന്നു, സർക്കാർ കയറി പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം മദ്യവർജനമാണ്. ഈ വർജിച്ച് ഇപ്പോൾ എവിടെ ഇവരെ എത്തി? അതിന്റെ റിസൾട്ട് ഒന്ന് പറയാമോ? റിസൾട്ട് പറയാം, തീർച്ചയായിട്ടും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി ഒരു കുറിപ്പുമായി രാവിലെ പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു കേരളത്തിൽ മദ്യനിരോധനമാണ്. അതിന്റെ മുന്നോടിയായിട്ട് VM സുധീരനുള്ള ശത്രു തീർക്കാനായിട്ട് കുറെ ബാറുകളുണ്ട്. 360 ബാറുകൾ കൂട്ടി. ഈ 4-5 സ്റ്റാറുള്ള മദ്യം 4 സ്റ്റാറിനും 5 സ്റ്റാറിനും മാത്രമേ ഇത് പ്രവർത്തിക്കാൻ അനുവദിച്ചുള്ളൂ. അത് ഘട്ടഘട്ടമായിട്ട് പൂട്ടും. ബീവറേജുകൾ പൂട്ടുന്നു. ഇതിന്റെ ഫലമായിട്ട് കേരളം ദർശിച്ചെന്താ? കേരളത്തിൽ സത്യം പറയുന്ന ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായില്ലേ? കേരളത്തിനെ ഒരു എന്താ പറയാ അപരിഷ്കൃതമായ നാടായിട്ടല്ലേ പുറലോകം ചിത്രീകരിച്ചത്? അതിന് തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്തുകൊണ്ടാണ് വ്യാജമദ്യങ്ങളുടെ വർദ്ധിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് വ്യാജമദ്യത്തെ കുറിച്ച് സംസാരിക്കാത്തത്? വിഷലബ്ധിതമായ വ്യാജമദ്യങ്ങൾ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ച് കേരളത്തിനെ ഒരു ഇത് 2016-ലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ ശ്രീ ലൂക്കോസ്? അതിനുശേഷം എന്താണ് പറ്റിയത്? കാരണം ഈ പറയുന്ന ഡ്രൈ ഡേ അല്ലെങ്കിൽ അതിൽ ഒരു ലേശം പോലും വെള്ളം ചേർക്കാൻ പാടില്ലായിരുന്നുവെങ്കിൽ ഈ ഡ്രൈ ഡേയിൽ ഇളവ് നൽകില്ലായിരുന്നു. ആ ഡ്രൈ ഡേ എന്നത് സമ്പൂർണ്ണമായും നിലനിർത്തുമായിരുന്നു. അപ്പോൾ ഇത് പോളിസിയുടെ പ്രശ്നമാണോ? എന്താണ് ആ പോളിസിയിൽ ഒരു തിരുത്തൽ വരുത്തുന്നത്? അവിടെ ടൂറിസത്തെ മറയാക്കുകയാണോ? ഈ രാസലഹരിയെ, മയക്കുമരുന്നിനെ മറയാക്കി മദ്യത്തിനൊരു മഹത്വവൽക്കരണം എന്തുകൊണ്ടാണ് നൽകുന്നത്? അവിടെ ഏതെങ്കിലും രീതിയിലൊരു വ്യാഖ്യാനത്തിന് പോലും ഇട നൽകുന്നില്ല, അല്ലെങ്കിൽ തെറ്റുന്ന ഒരു സന്ദേശം നൽകാതെ ടൂറിസമാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ. ഈ നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയുമല്ലോ. അപ്പോൾ ചെറിയൊരു ഇളവ് നൽകി പയ്യെ മെല്ലെ ഈ പറയുന്ന ഡ്രൈ ഡേ പൂർണ്ണമായിട്ടും അതിനുള്ള ടെസ്റ്റ് ഡോസ് എന്ന് KCBC സംശയിച്ചാൽ, KCBC അല്ല പൊതുസമൂഹം സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയുമോ ശ്രീ റെജി ലൂക്കോസ്? ഞാൻ KCBCയുടെ നല്ല ഉദ്ദേശത്തെ ഒരിക്കലും തെറ്റായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. KCBC മനസ്സിലാക്കേണ്ട, KCBCയുടെ ആസ്ഥാനമായ റോം ഉൾപ്പെടെയുള്ള വത്തിക്കാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതൊന്നും നിരോധിക്കാൻ പറ്റുമോ? ഞാൻ 2 തവണ ഇറ്റലി യാത്ര ചെയ്തിട്ടുണ്ട്. പ്രജീഷ് നേരിട്ട് യാതൊരു കാര്യം. ഞാനൊരു ഉദാഹരണം പറയാനുള്ള സമയം തരണം. ഇറ്റലിയില് നിങ്ങൾ കന്യാസ്ത്രീകൾ വിൽക്കുന്ന അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന ബിയർ പാർലറുകളുണ്ട്, ഔട്ട്ലെറ്റുകളുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഉത്പാദിപ്പിക്കുന്നത്? നല്ല വൈനുകൾ ഉത്പാദിപ്പിച്ച് അവർ വിൽക്കുന്നു. വൈൻ എന്താ ലഹരിയല്ലേ? നിങ്ങൾക്ക് തെറ്റാണെന്നാൽ ഞാൻ പറഞ്ഞ ശരിയാണെന്നുണ്ട് അന്വേഷിച്ചു. ഇനി മറ്റൊരു ബെൽജിയം എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, വളരെ പുരോഗമിച്ച രാജ്യമാണ് ബെൽജിയം. ബെൽജിയത്തിലെ ഏറ്റവും വലിയ ബിയർ ഉത്പാദനം ആരെന്നറിയോ? കപ്പുച്ചിൻ ഫാദേഴ്സാ. അവരുടെ സെമിനാറിൽ പരീക്ഷണാർത്ഥം അവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അത്യാവശ്യക്കാർക്ക് ഇത് കൊടുക്കാനായിട്ട് അവർ ചെറുതായിട്ട് ഉത്പാദനം തുടങ്ങിയ. ഇന്ന് ബെൽജിയത്തിലെ ഏറ്റവും വലിയ ബിയർ ഉത്പാദനം, നല്ല ഗുണനിലവാരമുള്ള ബിയർ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കപ്പുച്ചിൻ ഫാദേഴ്സാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിക്കോളൂ, അല്ലെങ്കിൽ ബെൽജിയത്തിലുള്ളവരോട് ചോദിച്ചോളൂ. ഇന്ന് മലയാളി സഞ്ചരിക്കാതെ യാതൊന്നുണ്ടോ? അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മലയാളിയെ ഇരുട്ടിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അവനെ ഒരുവിധം അപരിഷ്കൃത യുഗത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നേട്ടമെന്താ? ഇപ്പൊ പ്രജീഷ് ചോദിച്ചത് മറുപടി പറയാം. ഈ ഡ്രൈ ഡേ എന്ന് പറയുന്ന ഒരു റോങ് കോൺസെപ്റ്റാണ്. ഒരു ദിവസം മദ്യം കിട്ടാത്തതിന്റെ പേര് തലേദിവസം മദ്യം ശേഖരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഈ പറയുന്ന മയക്കുമരുന്ന് വ്യാപാരികൾക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കും വേണ്ടി വിട്ടുകൊടുക്കുക എന്നാണ് നിങ്ങൾ പറയുന്നത്. തെറ്റാണ്. അത് ഈ പുരോഗമന ലോകത്തെ കുറിച്ചുള്ള ചിന്താഗതിയിൽ വരുന്നത്. ഡി അഡിക്ഷൻ സെന്ററുകൾ സംസ്ഥാനത്ത് ഉണ്ടല്ലോ, ലഹരി വിമുക്തി കേന്ദ്രങ്ങൾ. അവിടേക്കൊക്കെ വരുന്ന ആളുകൾ, അവരുടെ എണ്ണം അത് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ പിന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വിമുക്തി എന്ന് പറയുന്ന ഒരു ഡി അഡിക്ഷൻ സെന്റർ എക്സൈസിന്റെയും സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വം കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. അവിടെ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയാണ്. അവിടെ ഡി അഡിക്ഷൻ സെന്ററിൽ വരുന്നവരിൽ മഹാഭൂരിപക്ഷവും
ഈ രാസവസ്തുക്കൾ പിന്നെ ലഹരികൾ ഉപയോഗിക്കുന്നവരാ, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ വരുന്നത്. മദ്യാസക്തി ഉള്ളവർ വരുന്നില്ല എന്ന് ഞാൻ തർക്കിക്കുന്നില്ല, ഉള്ളവർ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മദ്യം ഉപയോഗിക്കേണ്ട സംസ്കാരത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നൽകി ഒരു നല്ല മദ്യ സംസ്കാരം, ഞാൻ മദ്യ സംസ്കാരം എന്ന് പറയുമ്പോൾ മദ്യം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്കാരമല്ല കേട്ടോ, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള മലയാളികളുടെ ആദ്യം മാറ്റണം. വിദേശികളൊക്കെ മദ്യം സിപ്പ് ചെയ്ത് കഴിക്കും. ശരി, ഞാൻ മടങ്ങിയെത്താം. ഈ എന്താണ് KCBC ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ശ്രീ പ്രസാദ് കുരുവിള, ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി കേട്ടല്ലോ. കാരണം ലഹരിക്കെതിരെ നമുക്ക് നീങ്ങാൻ കഴിയുന്ന എന്താണ്? നല്ല മദ്യം ലഭ്യമാക്കുക എന്നുള്ളതാണ്. ആ സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവിടെ കന്യാസ്ത്രീകൾ നടത്തുന്ന വത്തിക്കാനിലെ ആ മദ്യ ഷോപ്പുകളുടെയൊക്കെ തന്നെ കാര്യങ്ങൾ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. അപ്പോൾ മദ്യത്തെ ഇവർ മഹത്വവൽക്കരിക്കുന്നുണ്ടോ? നേരത്തെ എക്സൈസ് മന്ത്രി ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ മദ്യം കുറയ്ക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന കരട് നയം, അതിനുള്ള അംഗീകാരവും നൽകിയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ കാണുന്ന നിങ്ങൾ ഇതിലൊരു മറ്റൊരു ദുസൂചന കാണുന്നത് എന്താണ്? റെജി ലൂക്കോസ് പറഞ്ഞ കാര്യം ഞാനും കൂടെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. റെജി ലൂക്കോസ് സത്യത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്ന പോലെയാണ് നടത്തുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ്. കോവിഡ് കാലത്താണ് മയക്കുമരുന്ന് വർദ്ധിച്ചത് എന്നുള്ള പോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, കോവിഡ് കാലത്ത് ഒരു സമ്പൂർണ്ണ മദ്യനിരോധനം പോലെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ആർക്കും മദ്യം വേണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എങ്ങനെ മയക്കുമരുന്ന് വന്നു എന്ന് റെജി ലൂക്കോസിനെ പോലെയുള്ള ആളുകള് പറയുന്നത് നല്ലതാ. നമ്മൾ യഥാർത്ഥ കാര്യങ്ങള് അനുഭവങ്ങളിലൂടെ കഴിഞ്ഞ 25-26 വർഷക്കാലത്തെ KCBC ലഹരി വിരുദ്ധ സമിതിയുടെ പ്രവർത്തന പരിചയത്തിലൂടെ പറയുമ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പം, കേരളത്തിലെ കാര്യങ്ങൾ പറയുമ്പം ചെക്കോസ്ലോവാക്യയുടെ കാര്യങ്ങൾ പറയുന്നു, റഷ്യയുടെ കാര്യങ്ങൾ പറയുന്ന പോലെയൊക്കെ ഈ റോമിന്റെ കാര്യങ്ങൾ പറയുന്നത്, കന്യാസ്ത്രീ എന്താണ് ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മദ്യം ഗുരുതരമായ വിപത്തുകൾ വാരി വിധിച്ചുകൊണ്ടിരുന്നതാണ്. മദ്യപിച്ചുകൊണ്ടിരുന്നവരാരുമല്ല ഇന്ന് ഈ മയക്കുമരുന്നിലേക്ക് കടന്നിരിക്കുന്നത് മനസ്സിലാക്കണം. അത് യുവതലമുറയും കൊച്ചുകുട്ടികളും ഒക്കെ മയക്കുമരുന്നിലേക്ക് കിടന്ന് അതിലേക്ക് കിടന്നവരാണ്, അല്ലാതെ യാതൊരു കാരണവശാലും. അതായത് ശ്രീ പ്രസാദ് കുരുവിള, ഒരു ലഹരിയെ നേരിടാൻ മറ്റൊരു ലഹരി എന്നതിന്റെ പോളിസി എന്താണ്? അതിന്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അല്പം റേഞ്ച് കുറവുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്, ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ ആവർത്തിക്കുമോ? അതായത് ഒരു ലഹരിയെ നേരിടാൻ മറ്റൊരു ലഹരി ലൈറ്റായിട്ട് കൊടുക്കുക എന്നാണ് ഇവർ പറയുന്നത്. അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമല്ലേ? അതിന് പല ലക്ഷ്യം, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, ഒപ്പം തന്നെ സാമ്പത്തിക ലക്ഷ്യമുണ്ട്, നികുതി വരുമാനത്തിന്റെ ലക്ഷ്യം, പല ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് റെജി ലൂക്കോസിനെ ഞാൻ എതിർത്ത് പറയുന്നില്ല. കാരണം റെജി ലൂക്കോസിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചാനൽ ചർച്ചയിൽ വന്ന് അവരുടെ സർക്കാരിനെ, അവരുടെ പാർട്ടിയെ ന്യായീകരിച്ച് അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ പൊതുസമൂഹത്തോടൊപ്പം നിൽക്കണം. ഈ വിഷയങ്ങളിൽ പൊതുസമൂഹം അനുഭവിക്കുന്ന 24,000 കോടി രൂപയുടെ ലഹരി മരുന്നാണ് അന്യ രാജ്യത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത്, അന്യ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത്. ഇതെങ്ങനെയാണ് ഇതിന്റെ വരവ്? ഇതാരാണ് ഉത്തരവാദിത്തപ്പെട്ടവര്? എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങള്, അതിന്റെ ഇന്റലിജൻസ് സംവിധാനമൊക്കെ എവിടെ പോയി? കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഈ കാലഘട്ടത്തിലാണല്ലോ ഏറ്റവും അധികം മയക്കുമരുന്നുകൾ വർദ്ധിച്ചത്. ആര് വർദ്ധിപ്പിച്ചു? ആര് കണ്ടുപിടിച്ചു? ആർക്കെങ്കിലും ഒരു ലാഭം കാണുന്നുണ്ടല്ലോ അതിനകത്ത്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയുന്നതിൽ വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല. ഈ ഡ്രൈ ഡേ പിൻവലിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് 3 സ്റ്റാറിന് മുകളിലുള്ളവർക്ക് ഡ്രൈ ഡേ പിൻവലിക്കുന്നു, 3 സ്റ്റാറിന് താഴേക്ക് വേണ്ട. അതായത് ശ്രീ പ്രസാദ് കുരുവിള, ഒരു കാര്യം ഇടപെട്ട് വയ്ക്കുക. അതായത് ഈ ലഹരിക്കെതിരെ എന്ന് പറയുമ്പോൾ, ലഹരി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അല്ലെങ്കിൽ നമുക്ക് എഴുതി കാണിക്കണമല്ലോ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് നമ്മൾ ഈ കൊടുക്കുന്ന വിഷ്വൽസിൽ പോലും നമ്മൾ അടിയിൽ എഴുതി കാണിക്കുകയാണ്. അപ്പോൾ ആ ക്യാപ്ഷൻ്റെയോ ഏതെങ്കിലും നമ്മൾ സിനിമയിലൊക്കെ നമ്മൾ സിനിമ കാണാൻ ചെല്ലുമ്പോഴോ അല്ലാതെയോ എല്ലാത്തിനും നമ്മൾ അടിയിലൊരു അലർട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയെങ്കിൽ ആ അലർട്ടിൻ്റെ ആവശ്യമില്ല. എന്താണ് ഇവർ യോഗം വിളിക്കുന്നത് പോലും? അടുത്ത ആഴ്ച യോഗം വിളിക്കുകയാണ്, വിപുലമായ യോഗം, മതമേലധ്യക്ഷന്മാരുടെയൊക്കെ തന്നെ കൺസേൺ അത് കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഒരു വാറിന് വേണ്ടി പുറപ്പെടുന്നതിന് മുൻപായി മസ്തകത്തിൽ അടിക്കണമെന്ന് പറയുമല്ലോ, ഏത് ലഹരിയായാലും. അപ്പോൾ അതിനുവേണ്ടിയുള്ള പോരാട്ടം നടത്തുമ്പോൾ മറുവശത്ത് മദ്യമുതലാളിമാരുമായി യോഗം നടത്തുന്നു. അപ്പോൾ ആ യോഗത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഈ പിടിക്കുക അല്ലെങ്കിൽ മുറുകെ പിടിക്കുക എന്നതായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അതല്ല, ഒരു അയവ് വരുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഇവരുടെ പോളിസിയുടെ പ്രശ്നം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ലഹരിയുടെ ഗണത്തിൽ പെടുന്നില്ലേ മദ്യം എന്ന ഒരു ചോദ്യത്തിന് ആരെങ്കിലും ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രസക്തിയില്ലേ? പകരം പറയുന്ന വാചകങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു തട്ടിക്കൂട്ട് പരിപാടിയായി അല്ലെങ്കിൽ പ്രതികരണങ്ങളായി മാറുകയാണോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് അടക്കം വരുന്ന ഈ പ്രതികരണങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ?
മദ്യം എന്ന് പറയുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് നമ്മുടെ ജയിലുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മാനസിക രോഗാശുപത്രികൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അനാഥാലയങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വഴിവെക്കുകളിൽ മാനസിക രോഗികൾ നിരാപത്താഴ്ചപ്പെട്ട കോഴിയപ്പം നടക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ മയക്കുമരുന്നിന്റെ വർധനവ് വന്ന് ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്കാണ് ഇത്രയധികം വർദ്ധിച്ചത്. അപ്പൊ അതിന് പിമ്പുമൊക്കെയായി ഇവിടെ ആവശ്യമില്ലാതെ മദ്യത്തിന്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന അക്രമങ്ങള്, കൊലപാതകങ്ങള്, ടിപിയുടെ കൊലപാതകം, ടിപിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ കേസില് പ്രതികളുടെ വാഹനങ്ങൾ കണ്ടെടുത്തപ്പോ കണ്ടതിന്റെ തൊണ്ടി സാധനം എന്തൊക്കെയാണ്? മദ്യക്കുപ്പികളോ ആ വാഹനത്തിൽ ഇന്നോവക്കാരിലുണ്ടായിരുന്നത്. ഏതൊരു അക്രമത്തിന് പോകുന്നതിന് മുമ്പും, ഏത് കുറ്റകൃത്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പും ലഹരി ഉപയോഗിച്ചതിന് ശേഷം അത് മയക്കുമരുന്ന് കഴിച്ചിട്ടുമല്ല പോകുന്നത്. മയക്കുമരുന്ന് കഴിച്ചാൽ അത് സ്വാഭാവികമായിട്ട് അറിയാതെ പെട്ടുപോകുന്ന കാര്യങ്ങൾ, അപകടങ്ങൾ. പക്ഷേ ഇത് മദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ രണ്ടും തുല്യ രീതിയിൽ നേരിടേണ്ട കാര്യമാണ്. മദ്യമാണെങ്കിലും ശരി, എന്തായാലും ഞാൻ മടങ്ങിയെത്താം അങ്ങയിലേക്ക്. ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്നാണ് നിങ്ങളുടെ സംഘടനയുടെ പേര്. അതായത് നല്ല മദ്യം വേണമെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ താങ്കൾക്കും അറിയാമല്ലോ, എല്ലാവരും ലഹരിക്കെതിരെ പോരാട്ടം നടത്തുകയാണ്. ആ പോരാട്ടം നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, കാരണം മദ്യത്തിന് ലളിതവൽക്കരണം, മറ്റ് കാര്യങ്ങൾക്ക് വളരെ ഫോഴ്സ്ഫുള്ളി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിലൊരു വൈരുദ്ധ്യമില്ലേ? ഒരു തെറ്റായ സന്ദേശമാണോ സർക്കാരിൻ്റെ ഈ മദ്യനയത്തിലൂടെ വരുന്നത്? ഇത് ആദ്യമേ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ സംഘടന ഈ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്ന് പറഞ്ഞ മദ്യപാനികളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സിൻ്റെ ഒരു സംഘടനയാണ്. റെസ്പോൺസിബിൾ ഡ്രിങ്കർ അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കേഴ്സ് എന്നുള്ളതാണ്. ഈ മദ്യനയത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം ഒരു ട്രൈ ഡേ പിൻവലിച്ചതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ പിൻവലിച്ച രീതി തന്നെയാണെങ്കിൽ തന്നെ ഒരു ദിവസം ഈ 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾ വിതരണം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റിലാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സാഹചര്യം തന്നെ തെറ്റാണ്. കാരണം ഇപ്പം മദ്യമല്ല, ലഹരിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലഹരിയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് 10-15 വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ഈ സംഘടന ലഹരിയുടെ പരിധിയിൽ വരുന്നില്ലേ ഈ മദ്യം? ഉണ്ട്, പക്ഷേ മദ്യത്തെക്കാട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാം. പുറകോട്ട് പോകാം. 1996 ഇവിടെ 5600 ചാരാ ഷാപ്പുകൾ ഉണ്ടായിരുന്നു കേരളത്തിലെ. ആന്റണി സർക്കാർ അത് നിരോധിക്കുമ്പോൾ 1996 ഏപ്രിൽ മാസം നിരോധിക്കുമ്പോൾ 5600 ചാരാ ഷാപ്പ് ഉണ്ടായിരുന്നു. അന്നൊന്നും കേരളത്തിൽ ഇവിടെ ഈ ആൾക്കാരൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. 5600 ഷാപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ 600 കിലോമീറ്റർ സ്ക്വയർ സ്ക്വയർ മൈലിൻ്റെ അകത്തുള്ള 5600 ഷാപ്പുകളുണ്ടായിരുന്നു. മുക്കിലും മൂലയിലും ചാരാൻ കിട്ടി. വളരെ വിലക്കുറവില്ലേ. പട്ടയെന്നും മൂലവെട്ടി എന്നൊക്കെ പറഞ്ഞ് കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇവിടുത്തെ സാധാരണക്കാർ ഉപയോഗിച്ചിരുന്നു. അത് ഞാൻ നിരോധിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നത് എന്നതാ? വിദേശ മദ്യമാണ്. 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന് ഇപ്പോൾ 1000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ മദ്യത്തിൻ്റെ വില. ഏറ്റവും കുറഞ്ഞ ഈ ജവാൻ എന്ന് പറയുന്ന റമ്മിന് പോലും 1000-ഓളം 680 രൂപ 700 രൂപയായി. ഇവിടെ ആരാ ഇത് പ്രശ്നം ഉണ്ടാക്കിയത്? ഈ KCBC പോലെയുള്ള സംഘടനകളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർ മദ്യവർജനം എന്നുള്ളത് കളഞ്ഞിട്ട് ലഹരി വിരുദ്ധമാക്കേണ്ടത്. ലഹരി എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ലഹരിക്കെതിരെയാണ് ഇപ്പോൾ മത്സരിക്കേണ്ടത്. അതായത് ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, എല്ലാം സാമ്പത്തികമാണ്. സാമ്പത്തികം തന്നെയാണ് പ്രശ്നം, അല്ലാതെ മറ്റൊരു ആത്മാർത്ഥമല്ല. ആത്മാർത്ഥയോട് കൂടി. കാരണം എന്താണ് ഈ 100-100 ബോട്ടിൽ ഇങ്ങനെ കൂട്ടി പോകും. അപ്പൊ എന്താണ് കഴിഞ്ഞാൽ രാവിലെ മുതൽ പിറ്റേ ദിവസം വരെ മയങ്ങിയിരിക്കാന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അല്ലല്ല, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. രണ്ടിനെയും രണ്ടായി കണ്ട് രണ്ടും ലഹരിയാണ്, അത് രണ്ടും മുച്ചോട് പറിച്ച് അതിന്റെ തായ്വേര് അറുക്കേണ്ടതാണ് എന്ന് പോളിസിയിലേക്ക് പോകാൻ കഴിയാത്ത എന്താണ്? ശരിയാണെങ്കിൽ ബ്രൂവറി, ഡിസ്റ്റിലറി, ഈ സ്പിരിറ്റ് യൂണിറ്റുകൾ ഇതൊക്കെ തുടങ്ങാൻ വേണ്ടി ഈ നയത്തിലൂടെ അനുമതി പച്ചക്കൊടി കൊടുത്തിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? എന്താണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അധിക പൈസ നമുക്ക് നൽകുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആത്മാർത്ഥത ഇല്ലേ ശ്രീ ഫിലിപ്പോസ് പടിക്കൽ? സർക്കാരിന്റെ ആത്മാർത്ഥതയല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ മദ്യം ഇവിടെ ഒഴുകുന്നു എന്ന് പറയുന്നു. ഇവിടെ 1969 5600 ഉണ്ടായിരുന്നു. ഇപ്പം എത്ര ബാറുകളുണ്ട്? എത്ര ബാറുകൾ അടച്ചു? ഉമ്മൻചാണ്ടി 2014 418 ബാറുകൾ ക്ലോസ് ചെയ്തു. അവിടെ നിന്നാണ് ഈ ലഹരി, രാസലഹരി ഇവിടെ കച്ചവടം ഇതുപോലെ കൊഴുക്കുന്നതിനുള്ള കാരണം എന്തുകൊണ്ടാണ്? മദ്യത്തിൻ്റെ ലഭ്യത
കട്ടി പറഞ്ഞ് ഒരു മദ്യം ഫിലിപ്പോസ് പടിക്കൽ ഒരു ചോദിക്കട്ടെ, ഒന്നര പതിറ്റാണ്ട് മുമ്പ് ഞാൻ താങ്കളെ കാണുന്ന സമയത്ത് താങ്കൾക്ക് ഈ സംഘടന ഉണ്ടായിരുന്നു. 1.5 2009 ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. അല്ല പറയട്ടെ, നമ്മൾ ഒരു പത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങളാണ് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട്. അപ്പൊ ഞാൻ അന്ന് ഈ സംഘടനയുണ്ട്. ഞാൻ നിങ്ങളുടെ ഈ സംഘടന കൊണ്ട് 1.5 പതിറ്റാണ്ടിടെ എത്ര പേരെ ലഹരിയിൽ നിന്നും അല്ലെങ്കിൽ മദ്യപാനത്തിൽ നിന്നും മുക്തരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര കുടുംബങ്ങളിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് സാർ? ഞാൻ തിരിച്ചു ചോദിക്കോട്ടെ നിങ്ങളോടൊരു കാര്യം. ഞാൻ മദ്യത്തെ ഞങ്ങളെ റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സിന്റെ സംഘടനയാണ്. മദ്യം മോശമാണെന്നോ അല്ലെങ്കിൽ മദ്യം കഴിക്കരുതെന്നോ പറയുന്ന സംഘടനയല്ല. ഇവിടെ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഫിലിപ്പോസ് പടിക്കലെ കൊടുക്കുന്നത് അമൃതല്ലല്ലോ ഇവിടെ. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് മദ്യവർജന പ്രസ്ഥാനം ഉണ്ടായില്ലേ? മന്മഥൻ സാറ്, കൈമാപ്പറമ്പന്, അങ്ങനെയുള്ള പാർട്ടികൾ ഇവിടെ ഉണ്ടായിട്ട് മദ്യവർജന പ്രസ്ഥാനം ഉണ്ടായില്ലേ? മാതൃഭൂമി അന്ന് മുതലേ ഇവിടെ നിങ്ങൾ ഈ മദ്യത്തിനെതിരെ സംസാരിച്ചില്ലേ? എത്ര പേരെ ഈ മദ്യവർജന പ്രസ്ഥാനക്കാലത്ത് അല്ലെങ്കിൽ മദ്യവിരോധികളെ എത്ര കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു? ഒരുപാട് പേരുണ്ട്. ഒന്നുമില്ല. അല്ലല്ല, മദ്യത്തിൽ നിന്ന് മുക്തി നേടി വന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ എത്രയോ എന്റെ സുഹൃത്തെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, ക്യാമ്പയിനായി ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങളുടെ സംഘടന പറയുന്നതാണ് വർജിച്ച് ഇത്രയും വർഷമായല്ലോ. ഈ പൂർണ്ണമായും വർജിച്ച ആരെങ്കിലും നിങ്ങളുടെ സംഘടന കൊണ്ട് ഉണ്ടായിട്ടുണ്ട്? ഞങ്ങളുടെ സംഘടന അതിനുള്ളതല്ല. ഞങ്ങൾ മദ്യവർജന പ്രസ്ഥാനക്കാരോ അല്ലെ മദ്യവിരോധികളോ ഒന്നും അല്ല. അല്ല, താങ്കൾ പറയുന്നത് നല്ല ആരോഗ്യപരമല്ല, റെസ്പോൺസിബിലിറ്റി അല്ല. ആരോഗ്യ പോഷക അമൃതം പൊടിയൊക്കെ കഴിക്കുന്നവർ അല്ലെങ്കിൽ മദ്യം അത് ഏത് ഗണത്തിലുള്ളതാണ്? ഒരു പരിധി വരെ അല്ല. നിങ്ങൾ പറഞ്ഞ ആരോഗ്യകരമായ മദ്യം അല്ലെങ്കിൽ മദ്യപാനശീലം എന്നൊക്കെ പറയുമ്പോൾ ആരോഗ്യം ലിമിറ്റഡ്. നിങ്ങളുടെ മാതൃഭൂമിയുടെ എന്നുള്ള ആ സമ്മേളനത്തിലെ 2ാമത്തെ എഡിഷനിലെ ഈ വിഷയം തന്നെ ഞാൻ തന്നെ അവതരിപ്പിച്ചു. അന്ന് അവിടെ വെച്ച് തന്നെ ഒരു മദ്യ സംസ്കാരം വേണമെന്നാണ് നിങ്ങളുടെ കൺക്ലൂഷൻ വന്നത്. ഒരു മദ്യ സംസ്കാരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ചാരായം നിരോധിച്ച് വെച്ച് പെട്ടെന്ന് വിദേശ മദ്യം വന്നപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും ഇവിടെ ആൾക്കാർക്ക് ആർക്കും അറിഞ്ഞൂടാ. വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണ്? വെള്ളം ഒഴിക്കണോ അല്ല ട്രൈ ഒഴിക്കണോ? ഇത് നമുക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നപ്പോൾ ഒരു മദ്യ സംസ്കാരം KCBC ആണ് ഈ കേരളത്തെ നശിപ്പിക്കുന്നത്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കാരണം അവരാണ് മദ്യവർജനം. ഇവിടെ KSRTCയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഷോപ്പ് തുടങ്ങുന്ന സംരംഭത്തിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ലഹരി ഇപ്പോഴത്തെ സിന്തറ്റിക് ലഹരി ഇവിടെ ഇത്രയും വ്യാപിക്കാൻ കാരണം KCBCയെ പോലുള്ള സംഘടനകളാണ്. ആവശ്യമില്ല. തീർച്ചയായിട്ടും അല്ല. എവിടെയെങ്കിലും ഒരു ബിവറേജസിന്റെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയാൽ അവിടെ സമരം കൊണ്ടുവരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പള്ളികളിലെ നിങ്ങൾ KCBCക്ക് ക്രിസ്ത്യാനികളെ നിങ്ങൾ ആദ്യം ക്രിസ്ത്യാനികളെ നല്ല മര്യാദ പഠിപ്പിക്കുക, അവരെ ഇതിൻ്റെ അകത്തുനിന്ന് പിന്തിരിപ്പിക്കുക. പള്ളിയിൽ മദ്യപിക്കുന്നവർ പള്ളിയിൽ കയറില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? മദ്യപിക്കുന്നവരുടെ പണം വാങ്ങരുതെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? ഞങ്ങളെ മദ്യപിക്കുന്ന ആൾക്കാരെ അവരുടെ കുടുംബത്തിൽ പോയി നിങ്ങൾ കർമ്മം ചെയ്യണമെന്ന് പറയാ. അവരുടെ ശവസംസ്കാരത്തിന് കൂടുകയില്ല, കല്യാണത്തിന് അങ്ങനെ ചെയ്യണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ മദ്യപിക്കുന്നത് കത്തോലിക്ക സമുദായമാണ്. അവരുടെ കല്യാണത്തിന് മദ്യം വേണം, എല്ലാ ചടങ്ങിനും മരണത്തിനും വേണം, എല്ലാ ചടങ്ങിനും കത്തോലിക്ക സമുദായത്തിന് വേണ്ടേ? നിങ്ങളുടെ വീട് നിങ്ങൾ ആദ്യം അത് നിർത്തുക. അത് കഴിഞ്ഞിട്ട് മറ്റു സംഘടനകളെ മറ്റാൾക്കാരെ നന്നാക്കാൻ നോക്കുക. ഏറ്റവും കൂടുതൽ ഇവിടെ രാസലഹരി ഉണ്ടാക്കാൻ കാരണം ഈ മദ്യവർജന പ്രസ്ഥാനക്കാരാണ്. ഈ രാസലഹരി ഇവിടെ ഇത്രയും കച്ചവടം വ്യാപിക്കാൻ കാരണം ഈ KCBC പോലെയുള്ള സംഘടനകളാണ്. മദ്യവർജന മദ്യനിരോധനം വേണ്ട. അല്ല, അത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കുള്ള മേലുള്ള എന്ത് പ്രയോജനം? കടുത്ത വിമർശനമാണ്. എന്റെ സുഹൃത്തെ, എന്ത് പ്രയോജനം ഉണ്ടായി? അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി ഇതുവരെ? ഏതെങ്കിലും നിങ്ങൾ ഇവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഈ ക്രിസ്ത്യാനികളെ എങ്കിലും മോചിപ്പിക്കാൻ കഴിയുമല്ലോ. പള്ളി മദ്യപിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ഒരു ചടങ്ങിനും ഇവിടുത്തെ പുരോഹിതന്മാർ പങ്കെടുക്കുകയില്ല. അവരുടെ കല്യാണമാണേലും ഈ കല്യാണമാണേലും മരണമാണേലും കൊച്ചിനെമുക്കാണേലും എല്ലാത്തിനും മദ്യത്തിനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഇടവേള എടുത്ത ശേഷം നമുക്ക് KCBCയുടെ ആ പ്രതികരണം, KCBC എത്രത്തോളം ശക്തമായ രീതിയിൽ ഈ വിപത്തിനെതിരെ ഉള്ള നീക്കങ്ങൾ നടത്തും. കാരണം പലപ്പോഴായി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടോ, ഇടയലേഖനമൊക്കെ വായിച്ചത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതലായി ഇനി എന്തെങ്കിലും KCBCക്ക് നീക്കങ്ങൾ ഉണ്ടോ എന്ന് കൂടി ചോദിക്കാം ഇടവേള എടുത്ത ശേഷം. ചർച്ചയിലേക്ക് തിരികെ ശ്രീ പ്രസാദ് കുരുവിള, KCBCയുടെ ഭാഗത്ത് നിന്ന് ഒരു ഒഴുക്കൻ നിലപാടുകളാണോ വരുന്നത്? കാരണം ഇപ്പോൾ ഫിലിപ്പോസ് പടിക്കൽ ചോദിച്ച 2-3 ചോദ്യങ്ങൾക്ക് ശേഷം ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളുടെ പോൾസ് സംബന്ധിച്ച് എത്രത്തോളം അതിൽ കാഠിന്യമുള്ള അല്ലെങ്കിൽ ദൃഢമായ രീതിയിലുള്ള മുന്നോട്ട് പോക്കും അല്ലെങ്കിൽ
നിലപാടുകളും ഉണ്ടായിട്ടുള്ളത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതിനു മുൻപ് ഫിലിപ്പോസ് പടിക്കൽ ചോദിച്ചതുപോലെ നിങ്ങളുടെ യത്നം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നടക്കം പറയുന്നുണ്ട്. മാത്രമല്ല റെജി ലൂക്കോസ് ഒരു ധ്വനി പറഞ്ഞ അരമനകളിലൊക്കെ വീഞ്ഞ് ഉപയോഗിക്കുന്നതില്ലേ എന്നൊക്കെയുള്ള ധ്വനികൾ വരുന്നുണ്ട്. അത് അച്ഛന്മാരൊക്കെ ഉപയോഗിക്കില്ലേ, അല്ലെ ഏറ്റവും കൂടുതൽ കത്തോലിക്കരാണ് ഉപയോഗിക്കുന്നതെന്ന് ഫിലിപ്പോസ് പടിക്കൽ പറയുന്നു. നിങ്ങൾക്കൊരു ശക്തമായ നിലപാട് സ്വീകരിച്ചൂടെ എന്നത് നിങ്ങളുടെ നിലപാടുകൾക്ക് ഉള്ള ആ ഒരു ആത്മാർത്ഥത പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നതാണോ, അതല്ല കർശനമായ നിലപാട് നിങ്ങൾക്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വസ്തുതകളുണ്ടോ? അല്ല, ഞാൻ ആദ്യമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ഇവിടെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഒന്ന്, നെറ്റിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റുന്നില്ല. പൂർണ്ണമായിട്ടും മറുപടി പറയാൻ എത്രമാത്രം പറ്റും എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും KCBC മധ്യസ്ഥ സമിതി ഒട്ടും പുറകോട്ടില്ല. നമ്മുടെ 32 അതിരൂപതകളിലായി വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയാണ്. മുമ്പത്തേക്കാളും വളരെ ഊർജിതമായിട്ട് മുമ്പോട്ട് നീങ്ങുക. നമ്മുടെ എല്ലാ രൂപതകളും തന്നെ ഉണർന്നു കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് മയക്കുമരുന്നുകളുടെ വ്യാപനം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ മേഖല വളരെ സജീവമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പാലായിലാണെങ്കിൽ 4-5ഓളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. PGFS ഒരു ചോദ്യം ചോദിക്കട്ടെ. സഭകളെ സംബന്ധിച്ച് KCBC എന്താണ് ഒരു രാഷ്ട്രീയമായിട്ട് നിലപാടെങ്കിൽ നിങ്ങൾ വരച്ചിടുന്ന വരയിലൂടെ കണിശമായി സഞ്ചരിക്കും. ഇത് രാഷ്ട്രീയ പാർട്ടികളായാലും ഏതെങ്കിലും നിലപാടുകളൊക്കെ ആയിരിക്കും. ഇക്കാര്യത്തിൽ ആത്മാർത്ഥ പ്രശ്നമുണ്ടോ? കാരണം ഒരു ഒഴുക്കൻ മറുപടിയാണ് ഇപ്പോൾ വന്നു. ഇങ്ങനെ തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ അതിന്റെ പിറ്റേന്ന് നിങ്ങളൊരു റിലീസ് ഇറക്കുന്നു. ആ റിലീസോടുകൂടി അതിന്റെ 2-3 വരികളോടുകൂടി അന്ന് ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും. പിറ്റേന്ന് അതിന്റെ അപ്ഡേഷൻ ഇല്ല. ഇനി 17-ാം തീയതി യോഗം വരുമ്പോൾ അവിടെയും പോകും. പിന്നീട് ഒരു ഇടയലേഖനം, അതിനോടുകൂടി അവസാനിക്കുകയാണല്ലോ. അല്ല, അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ പോലെ നമ്മുടെ സമുദായ സംഘടനാ പ്രസ്ഥാനങ്ങളെ കാണരുത്. നമ്മൾ 1-2 സമ്മേളനങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നടത്തിയതിനു ശേഷം നമ്മൾ ഫീൽഡിലേക്ക് പോവുക. അതിനെല്ലാം കാര്യങ്ങളും നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും തുറന്ന് ഈ രാഷ്ട്രീയക്കാരന്റെ വേഷമിടാതെ തന്നെ ചോദിച്ചു വാങ്ങാനുള്ള ശക്തിയും ശേഷിയും ഒക്കെ ഉണ്ടല്ലോ. ഉള്ള സംഘടനയാണല്ലോ KCBC. കേട്ടില്ല. അല്ല, എല്ലാം തുറന്ന് എതിർക്കാനും അത് പിടിച്ചു വാങ്ങാനും ശേഷിയുള്ള സംഘടനയാണല്ലോ KCBCയും ഈ സഭകളും ഒക്കെ. അല്ല, നമ്മുടെ നിലപാടുകള് കർക്കശമായ നിലപാടുകൾ നമ്മൾ നയവുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് എന്നും പറയുന്നു, ഇന്നും പറയുന്നു. വെച്ചാലും ഡ്രൈ ഡേ പിൻവലിക്കാൻ പാടില്ല. നമ്മൾ എത്രയോ കാലം മുമ്പ് പറഞ്ഞിരുന്നതാണ്. അത് അവരുടെ നയം, സർക്കാരിന്റെ നയം അങ്ങനെ പ്രഖ്യാപിക്കാറില്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ അവർ നയമായിട്ട് പ്രഖ്യാപിച്ചത്. ആ നയം പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ മയക്കുമരുന്നുകൾക്കെതിരെ ഉള്ള ചിന്ത ശക്തമാണ് ഉണ്ടാക്കി. അത് ഗുരുതരമായ വിപത്ത് തന്നെ. പക്ഷെ അതിനെതിരെ ശക്തമായ ഒരു ചിന്തയുണ്ടാക്കി മദ്യപിനും അബ്കാരിയും സർക്കാരും മദ്യം അതിനെ ഒരു മാന്യവൽക്കരിക്കുന്ന ഒരു സമീപനം ഈ അവസരത്തിൽ ഉണ്ടാക്കിയാൽ പ്രതി പിടിച്ചു പോകുന്ന ചിന്തയിലാണല്ലോ ഇപ്പം ഈ ഡ്രൈ ഡേ പിൻവലിക്കാൻ തീരുമാനിക്കുന്നത്. അല്ല, എനിക്കൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്. ഈ KCBCക്കാർ ഈ മദ്യത്തിന് 22 ഡിസ്റ്റിലറി ഉണ്ട് അവരുടെ പേരിൽ. ക്രിസ്ത്യാനികളുടെ പേരിൽ 22 ഡിസ്റ്റിലറി ഉണ്ട് കേരളത്തില്. അതെന്താ അവരെ ഉപേക്ഷിക്കാത്ത? ആ ഡിസ്റ്റിലറി കളയുക. എന്തിനാ അവര് വീഞ്ഞുണ്ടാക്കുന്നത്? അതിന് പകരം പണ്ട് മനസ്സിലാക്കണം. ഈ 22 ഡിസ്റ്റിലറികൾ എന്ന് പറഞ്ഞാൽ ബാർ ലൈസൻസ് പോലെയാണോ ഇത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ ക്രൈസ്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ പള്ളികളിൽ ഈ അൽത്താരയില് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വീഞ്ഞ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റിലറി കൊടുക്കുന്ന വീഞ്ഞ് പോലുള്ള വീഞ്ഞല്ല. അത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വീഞ്ഞ് ഏറ്റവും വീര്യം കുറഞ്ഞത്, അതായത് ആൽക്കഹോളിന്റെ അംശം 2% താഴെയുള്ളതാ. അത് കുപ്പിക്കിടക്കുന്ന ആൾക്കാരെ കൊണ്ട് വെച്ച് കഴിക്കുന്ന സമീപനമല്ല സ്വീകരിക്കുന്നത്. അത് പണ്ടത്തെ കൾച്ചർ ചെയ്തു പോകുന്ന കാര്യമാണ്. അത് ലൈസൻസ് എടുക്കുന്നില്ലേ? സുഹൃത്തെ, കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയില്ലേ ദൈവം? അത് ചുമ്മാതെ കുർബാന കഴിക്കുന്നവരെ കഴിച്ചതാണോ? അല്ല, അവരെ കുടിച്ച് എന്തിനാണ് അന്നത്തെ കൾച്ചർ? അത് വാറ്റിയുണ്ടാക്കുന്ന വീഞ്ഞാണോ? അതൊക്കെ ഒരു അതാണ്. അവിടെയാണ് നീക്കി തെറ്റുന്നത്. അത് അവിടുത്തെ കൾച്ചർ. പക്ഷേ ക്രിസ്തുവിന്റെ കാലത്ത് ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തിയോ? എയ്ഡ്സ് രോഗികളെ സുഖപ്പെടുത്തിയോ? ഇല്ല. അല്ലല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇല്ല. അതെന്തുകൊണ്ടായിരുന്നു? അന്ന് ആ രോഗങ്ങളില്ലായിരുന്നു, ക്യാൻസർ ഇല്ലായിരുന്നു. ക്രിസ്തുവിന്റെ കാലത്ത് ക്യാൻസർ ഇല്ലായിരുന്നു, എയ്ഡ്സും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അന്ന് വീഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മദ്യം. അതുകൊണ്ടാണ് ക്രിസ്തു വീഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചത്. അന്ന് ബ്രാൻഡിയോ വിസ്കിയോ ഉണ്ടായിരുന്നെങ്കിൽ ആ കല്യാണം വീട്ടിൽ ഒരുപക്ഷെ ഈ പച്ചവെള്ളത്തെ ബ്രാൻഡിയോ വിസ്കിയോ ആക്കുമായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് പറഞ്ഞത് ആരോഗ്യം. അതാണ് നിങ്ങൾ നെഗറ്റീവ് പറയുന്നത് മാത്രമല്ല,
യുക്തിവാദം വേണം. സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? ക്രിസ്തു കുരുടനെ സൗഖ്യപ്പെടുത്തി, മുളന്തനെ സൗഖ്യപ്പെടുത്തി, പക്ഷേ ഒരു ക്യാൻസർ രോഗിയെ സുഖപ്പെടുത്തിയില്ല, അല്ലെ പാരാലിസിസ് വന്നവരെ സുഖപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ സുഖപ്പെടുത്തിയില്ല. ആ കാലഘട്ടത്തെ സംസ്കാരമാണ്. അന്ന് വീഞ്ഞ് വീടുകളിൽ വിതരണം ചെയ്തിരുന്നു. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുടിച്ചിരുന്നു. അന്ന് വീഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലഹരി. ഇന്നത്തെ പോലെ ബ്രാൻഡിയും വിസ്കിയും ഇല്ലായിരുന്നു. അതാണ് സംഭവം. അത് മനസ്സിലാക്കുക. നിങ്ങളെ ആദ്യം ചെയ്യേണ്ട KCBC ഇപ്പം ഈ പാലക്കാട് തുടങ്ങാൻ പോകുന്ന ബ്യൂറീസിനെതിരെ സമരം ചെയ്യാൻ പോവുക. ഇവിടെ മദ്യം മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കി ആ GSTയും അതിന്റെ ടാക്സും ഒക്കെ നമ്മുടെ കേരളത്തിൽ വരും. എന്തായാലും കേരളത്തിൽ മദ്യം വിൽക്കുന്നുണ്ട്. എന്തായാലും ശ്രീ റെജി ലൂക്കോസ്, അവസാനമായി ഈ ഒരു വളഞ്ഞ വഴി വെട്ടുകയാണോ? കാരണം ഈ ബ്രൂവറി ഡിസ്റ്റിലറിയുടെ കാര്യത്തിൽ എലപ്പുള്ളിയിലെ ആ ഡിസ്റ്റിലറി എന്തായാലും പച്ചക്കുടി ഒരു എന്ത് കാര്യത്തിലാണ് ഇവരെ എതിർക്കുന്നത്? ഈ KCBC എന്തിനാ എതിർക്കുന്നത് അതിനെ? ശ്രീ റെജി ലൂക്കോസ്. സുഹൃത്ത് എന്നോട് ഞാന് ചെക്കോസ്ലോവാക്യ ഒന്നും പോകുന്നില്ല. ഒറ്റ ചോദ്യം KCBCയുടെ ധാർഷ്ട്യത്തിൽ സംസാരിക്കുന്ന ആ മനുഷ്യനോട് ഒരു ചോദ്യമുണ്ട്. എന്താ വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യശാലകൾ നടത്തുന്നത്, ബാറുകൾ നടത്തുന്നത് ക്രിസ്ത്യാനികളാണ്. അത് ഏറ്റവും കൂടുതൽ കത്തോലിക്കരാണ്. ഏതെങ്കിലും ഒരു കത്തോലിക്ക ബാറുടമയോട് നാളെ മുതൽ നിങ്ങൾ ബാറുകൾ അവസാനിപ്പിച്ച് നിർത്തിയിട്ട് പൂട്ടിക്കൊണ്ട് പോയില്ല എങ്കിൽ നാളെ കഴിഞ്ഞ് മുതൽ നിങ്ങൾ കത്തോലിക്ക സഭയിലെ അംഗമല്ല, നിങ്ങളെ അവിടുന്ന് ഡീബാർ എന്ന് പറയുന്നത് നല്ലയിടം ഉണ്ടോ? രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇവിടെ മദ്യനിരോധനം അനിവാര്യമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസാദിനെ പോലുള്ളവർ മദ്യപിക്കില്ലെന്ന് എനിക്കറിയത്തില്ല. പ്രസാദ് മദ്യപിച്ചില്ലെങ്കിൽ റെജി ലൂക്കോസിനോ ഫിലിപ്പോസ് തോമസിനോ 1-2 പെക്ക് മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തടയാൻ താങ്കൾ ആരാണ്? താങ്കൾക്ക് ആരെ അധികാരം നൽകുന്നത്? ആദ്യമായിട്ട് താങ്കളുടെ സഭ കത്തോലിക്കരുടെ വിശ്വാസ സമൂഹത്തിൽപ്പെട്ടവരുടെ വിഭാഗത്തിന് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർബന്ധമായിട്ട് പറയാൻ പറ്റുമോ? കാരണം ഞാനൊരു ആഴ്ചയിൽ 1 പങ്കെടുക്കുന്നതാണ്. അപ്പൊ ആദ്യം ദാർഷ്ട്യത്തിന്റെ ഭാഷ മനസ്സിലാക്കുക. താങ്കൾ താങ്കളുടെ ഈ KCBC ഇവിടുത്തെ ഭരണസമിതിയോ ഇവിടുത്തെ ഏകാധിപതികളൊന്നും അല്ല. ഇവിടെ മനുഷ്യന് ജീവിക്കുക. താങ്കളുടെ ഈ സമൂഹത്തിൽപ്പെട്ടവരായിട്ട് ഞാൻ പല വിദേശത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നില്ല, അതെന്റെ അന്തസ്സില്ലാത്തതുകൊണ്ട് ഇതൊന്നും പറയുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ട് മനുഷ്യരെ മദ്യം വിമുക്തരാക്കാൻ ശ്രമിക്കുക. പങ്കെടുത്ത പ്രസാദ് കുരുവിള, റെജി ലൂക്കോസ്, ഫിലിപ്പോസ് പടിക്കൽ. അപ്പോഴും ഈ ലഹരിയുടെ ഗണത്തിൽ എന്തുകൊണ്ട് മദ്യം വരുന്നില്ല? ലഹരിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ ലൈസൻസ് തുറന്ന് അഴിച്ചുവിട്ടതുപോലെ തന്നെ ഒരു ലക്കില്ലാത്ത രീതിയിലേക്ക് ഈ നയങ്ങൾ പോകുന്നുണ്ടോ എന്ന സംശയം ബാക്കിയാവുകയാണ്.